ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ എഗ് കറിയാണ്. അപ്പോൾ നമുക്ക് ഒരു പാൻ ആദ്യം വയ്ക്കാം. അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് ആഡ് ചെയ്യാം. നമുക്ക് നന്നായി മിക്സ് കൊടുക്കാം. നമ്മുടെ എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് എഗ്ഗ് ഇതിലേക്ക് ഇടാം. ഞാൻ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായി ഫ്രൈ ചെയ്യരുത്. ഇതവിടെ നമ്മുടെ എഗ്ഗ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതവിടെ ഞാൻ നമ്മുടെ എഗ്ഗ് നമുക്ക് ഈ എണ്ണയ്ക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 2 ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ജാറിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്കൊരു ടൊമാറ്റോ ആവശ്യമുണ്ട്. ഇത് ഞാൻ വേവിച്ച് വെച്ചാണ്. ഇത് നമുക്ക് അരച്ചെടുക്കണം. നമുക്കിത് വേവിക്കണം നിർബന്ധമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് കാണിക്കാം രണ്ടും. അപ്പോൾ ഇതവിടെ ഞാൻ രണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അതേ പാൻ നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ഏലക്കയും 5 പെപ്പറും 4 ഗ്രാമ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അളവ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട എത്ര എടുത്ത സാധനങ്ങളെന്നൊക്കെ. ഇതൊന്ന് നമുക്ക് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചറും 1/2 ടീസ്പൂൺ ഗാർലിക്കും അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ, കാശ്മീർ ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ. നമുക്ക് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല അരച്ച വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇടാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഓണിയൻ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് തിക്കിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതവിടെ നമ്മുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 എഗ്ഗാണ് എടുത്തിരിക്കണം. അപ്പം അതിനുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എഗ്ഗ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുത്തിട്ട് ഇൻഗ്രീഡിയൻസ് അതുമാതിരി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതവിടെ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതവിടെ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് കറിയുടെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല വീഡിയോ ഒക്കെ തട്ടെ. ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് കറിയുടെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിരിക്കണമെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ഒക്കെ തട്ടെ. ബൈ.